അതേടാ ചേട്ടാ ചേട്ടാ പോവണേ ചേട്ടാ ചേട്ടാ എനിക്ക് വിശക്കണേട്ടാ ചേട്ടാ ചേട്ടാ എനിക്ക് വിശക്കണേട്ടാ എനിക്ക് വിശന്നു പോയ എന്തെങ്കിലും തന്നെ ആരാ നീ? എന്താ വേണ്ടത്? നിന്റെ അച്ഛനും അമ്മയും കണ്ട നിന്നെ വഴക്ക് പറയില്ലേ? ചേച്ചി എന്റെ അച്ഛനും അമ്മയും സുഖമില്ലാതെ കിടക്കുക. ഒരു വലിയ വാൻ വന്ന് അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ചേച്ചി എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ശരി, ഞാൻ വാങ്ങി തരാട്ടോ. നിക്ക്. അതെ, ഞാൻ പറഞ്ഞതുപോലെ നീ അങ്ങ് ചെയ്താ മതി. ഞാനുണ്ടല്ലോ, പിന്നെന്തിനാ പേടി? ഇത് കണ്ടില്ലേ, നമുക്ക് കാശ് കിട്ടി. ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോയല്ലോ. പോവാ. എന്താ ഇത്? ഓ, ഷോർട്സ് ആണോ? ഈ ഷോർട്സ് ഇട്ടിരുന്നല്ലേ? ഇനിയിപ്പോ ബാത്റൂമിൽ നിന്ന് തുണിയില്ലാതെ എങ്ങനെ ഇറങ്ങി വരുമോ? അയ്യോ, ഛേ, ആ വൃത്തികെട്ട കാഴ്ച ഞാൻ തന്നെ കാണേണ്ടി വരുമോ? ഇയാളുടെ ജോലി ചെയ്യുന്നതിനേക്കാളും വേറെ എവിടെങ്കിലും പോയി കൂലിപ്പണി ചെയ്യുന്നതാ നല്ലത്. അന്തസ്സായിട്ട് ജീവിക്കാലോ. നീ ആ ജോലി ചെയ്താൽ മതി. എനിക്ക് കുറച്ചെങ്കിലും മനസ്സമാധാനം. ഞാൻ പറഞ്ഞത് കേട്ടല്ലേ? ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാ. ശരി, ടിഫിൻ എന്താ ഉണ്ടാക്കിയേ? ടിഫിൻ ഉണ്ടാക്കാനോ? ഗ്യാസ് തീർന്നാലും ഞാൻ പറഞ്ഞല്ലേ. എന്നോട് എപ്പോഴാ പറഞ്ഞേ? രാത്രിയാ പറഞ്ഞത്. വെള്ളം അടിച്ച് ഫിറ്റ് ആക്കണ പിന്നെ എങ്ങനെ കേൾക്കാനാ? നീ എന്നെ ശരിക്കും ടോർച്ചർ ചെയ്യുന്നുണ്ട്. എന്താ ടിഫിൻ വാങ്ങിച്ചോണ്ടോ? അയ്യേ, 50 രൂപയ്ക്ക് ടിഫിനോ? ഇതുകൊണ്ട് എന്ത് കിട്ടാനാ? ഛേ, ഒരു ചായ കുടിക്കാൻ പോലും ബാക്കിയില്ല. എന്റെ ജീവിതം പോക്കാ. ആഹാ, അല്ല ഗുരു, ആ പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ടിഫിൻ തരാ. നീ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്ന? ടിഫിൻ താ. എന്നാ ടിഫിൻ കഴിക്ക്. ഇതെന്താടാ? എവിടുന്നാ വാങ്ങിച്ചേ? ആ റോഡ് സൈഡിൽ ഒരു സ്ത്രീ വെച്ചോണ്ടിരിക്കുന്നല്ലേ, ആ കടയിൽ നിന്ന് വാങ്ങിച്ചതാ ഞാൻ. എടാ, അവിടെ പോയി ആരെങ്കിലും വാങ്ങിക്കോടാ. അതെ ഗുരു, നിങ്ങൾ തന്നത് 50 രൂപയാ. അടുത്തുള്ള ഹോട്ടലിൽ കയറി ഞാൻ 30 രൂപയ്ക്ക് കാപ്പി കുടിച്ചു. ബാലൻസ് ഉള്ള 20 രൂപയ്ക്ക് തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ചത്. നോക്ക് ഗുരു, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, ഏത് കാര്യത്തിൽ വേണമെങ്കിലും ഞാൻ കോംപ്രമൈസ് ചെയ്യും. പക്ഷെ ഫുഡിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഹെൽത്തി ഫുഡാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അറിയാലോ. പോടാ. പറഞ്ഞോ. നീ ആരാ നിങ്ങള്? പ്ലീസ് മൂവ്, ഐ നീഡ് ടു ഗോ. എന്തോ ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ആളുകളുടെ ജീവിതം നാശമാക്കുന്നത്. നിങ്ങളുടെ പേരെന്താ? എന്താ ഇത്ര എമർജൻസി? സ്ട്രേറ്റ്. ഒന്ന് സ്പീഡ് പോയേ. ഇത് കാളവണ്ടിയൊന്നും അല്ലല്ലോ. നിന്നെ വണ്ടി കയറ്റിയത് എന്റെ തെറ്റാ. ഫീൽ ചെയ്യണ്ട. ടേക്ക് ലെഫ്റ്റ്, ടേക്ക് ലെഫ്റ്റ്. ഏയ്, ആ കോർണറിലൊന്ന് നിർത്തിയേ. അവിടെ അവിടെ അവിടെ. എന്തിനാ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? താങ്ക്സ് പ്രതീക്ഷിച്ചാണോ? തനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒന്ന് കോഫി. ഈ വെയിലത്തോ? എന്തെങ്കിലും ജ്യൂസ് കഴിച്ചാലോ? ഇവിടെയോ? അറ്റ്ലീസ്റ്റ് ഫോൺ നമ്പറെങ്കിലും തരുമോ? എന്റെ ഹസ്ബൻഡിനല്ലാതെ എന്റെ ഫോൺ നമ്പർ വേറെ ആർക്കും കൊടുക്കില്ല. ഞാൻ ആ ഹസ്ബൻഡ് ആയിക്കോളാം. അപ്പൊ എനിക്ക് തരാലോ. ഓയ്, പറഞ്ഞു മനസ്സിലായില്ലേ? ഐ ലവ് യു. ഐ ലവ് യു ടു. അങ്ങനെ പറയുന്നു താൻ വിചാരിച്ചോ? നോ വേ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓയ്, നിന്റെ പേര് എന്താണെങ്കിലും നീയാണ് എന്റെ ജാനു. ക്യൂട്ട് സ്മൈൽ. ദിവസം സ്കൂളിൽ പോകാറുണ്ടോ? എന്നും പോകാറുണ്ട്. ഏത് സ്കൂളിലാ? സ്പ്രിംഗ്ഫീൽഡ്. സ്കൂളിലാണോ? ശരി, നിന്റെ ഡ്രീം എന്താ? പൈലറ്റ്. പൈലറ്റോ? ഹേയ് സ്മൈലി ചേച്ചി, നീ എന്താ ഇവിടെ? എന്റെ അച്ഛനും അമ്മയും ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നു. എല്ലാം ഈ അങ്കിള് കാരണമാ. എന്താ സാറിന്ന് വളരെ ദേഷ്യത്തിലാണല്ലോ? മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. എന്താ എന്നോടൊരു പ്രപ്പോസൽ പോലും പറഞ്ഞില്ലല്ലോ? എന്തിനാ? ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് പോകാനാണോ? ഇന്ന് പ്രപ്പോസ് ചെയ്താ ഓക്കെ പറയാന്ന് വിചാരിച്ചതാ. സാറില്ല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ബൈ. ജാനു നിക്ക്.
യുവർ ഐസ്ക്രീം മാഡം. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ജാനു, താൻ ഇവിടെ എത്തിയോ? എന്താ ജാനു അങ്ങനെയൊക്കെ പറയുന്നേ? അതിരിക്കട്ടെ, നിനക്ക് ഐസ്ക്രീമൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? ഞാനൊരു കാര്യം പറയട്ടെ, ഐസ്ക്രീമൊക്കെ കൂടുതൽ കഴിച്ചാലേ നന്നായിട്ട് തടി വെക്കും. പിന്നെ കല്യാണത്തിന് ശേഷം തടി വെച്ചാലേ അതൊക്കെ പ്രോബ്ലം അല്ലേ? കല്യാണത്തിന് ശേഷം തടി വെച്ച് നീ എന്നെ വിട്ടിട്ട് പോവോ? പ്രേമിച്ചതിന് ശേഷം എന്തെങ്കിലും സംഭവിച്ചാൽ അത് നീ സഹിച്ചേ പറ്റൂ. ഇതിങ്ങിതാ. ഇതിന്റെ പേരാണോ ലവ്? അറിയില്ല ജാനു, നമ്മളെ ചേർത്ത് വെക്കാൻ ദൈവം എന്തൊക്കെ സ്കെച്ചാ ഇടുന്നതെന്ന് കണ്ടോ? സർ ബിൽ. അവള് തന്നില്ലേ? ഇല്ല സർ. താങ്ക് യു സർ. ജാനു, ജാനു, ജാനു. ഇവിടുത്തെ കുംഭർണൻ അനിയത്തിയാണോ? ഹായ് ജാനു, നീ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമുള്ള നിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ. ഐ വിഷ് യു മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ജാനു, നീയോ എപ്പോഴാ വന്നേ? നീ പുറത്തേക്ക് വരാൻ ഞാൻ ഒരു കാര്യം പറയാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ജാനു. So cute. I love this. Bye. ഞാൻ ഒറ്റയ്ക്കായിരുന്നപ്പോൾ സമയം അങ്ങനെ തള്ളി നീക്കിയെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ നിന്നെ കണ്ടുമുട്ടിയതിനു ശേഷം എൻ്റെ ജീവിതത്തിന് വലിയ അർത്ഥങ്ങളുണ്ടായെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിന്നെ കാണുന്നവരെ പെണ്ണിൻ്റെ സൗന്ദര്യം മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ജാനു, നീയാണ് എൻ്റെ പ്രാണനെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഓരോ നിമിഷവും എൻ്റെ ജാനു ഇപ്പോൾ എന്ത് ചെയ്യുന്നു, എവിടെയാണ്, ഏത് സ്ഥലത്താണ്, ഇത് മാത്രമേ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ. ഇപ്പം ഞാൻ ആരെ കണ്ടാലും അത് നീയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ലോകത്ത് എത്രയോ മിസ് യൂണിവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ നിന്നെ മാത്രമേ അതിന് സെലക്ട് ചെയ്യുള്ളൂ. പെൺകുട്ടികളെ കാണുമ്പോൾ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ നിന്നെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോവാണ്. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. വിൽ യു മാരി മീ? Yes. നീ എന്താ ചെയ്യുന്നേ? സെറ്റ് ചെയ്യ. എന്താ സെറ്റ് ചെയ്യുന്നേ? നിന്റെ സൗന്ദര്യത്തെ. സെറ്റായോ? അത്ര പെട്ടെന്ന് നടക്കില്ല, കുറച്ച് സമയം എടുക്കും. ഏയ്, നിനക്ക് വേണ്ടി ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്താ അത്? നീ എന്നെ വിട്ടാ ഞാൻ ചായ ഉണ്ടാക്കി തരാം. ആദ്യമായിട്ടാ ചായ ഉണ്ടാക്കുന്നത്. കോളോ ആക്കോ? ചായ എങ്ങനെയുണ്ട്? സൂപ്പർ, നന്നായിട്ടുണ്ട് ജാനു. ഇനിയും കുറച്ചുകൂടെ വേണം? എനിക്ക് മതി. ജാനു, എന്റെ ബാഗ് ഒന്ന് എടുത്തിട്ട് വരാവോ? എനിക്ക് ഓഫീസിൽ പോകാനാ. ഇപ്പൊ എടുത്തിട്ട് വരാം.
ജോലി കഴിഞ്ഞാൽ ഉടനെ വരണേ. പ്ലീസ് ഒരു കിസ്. ഞാൻ കാത്തിരിക്കും. പോകൂ.